ജനൻ ഡിബേറ്റിൽ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ റിമാൻഡിലായ PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുന്നു. PC ജോർജിന്റെ നടപടിക്രമങ്ങൾ, അതായത് ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ തെളിവെടുപ്പും അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ. വിധി ഇന്ന് ഈരാറ്റുപേട്ട കോടതി ഇന്ന് വിധി പറയുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ അയ്യപ്പൻ. തീർച്ചയായിട്ടും വിനോദ്, ആ സാധ്യതകളിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. PC ജോർജുമായി ബന്ധപ്പെട്ടവർ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ട്, തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി PC ജോർജുമായി ഇടപഴകേണ്ട, അല്ലെങ്കിൽ PC ജോർജുമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ബാക്കിയില്ല എന്നാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. പക്ഷേ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ജാമ്യം നൽകരുത് എന്നുള്ള വാദമാണ് ഇന്നലെ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് PC ജോർജ് ജാമ്യത്തിലിറങ്ങുമ്പോഴെല്ലാം വീണ്ടും ഇക്കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിൽ ജാമ്യ വ്യവസ്ഥകൾ PC ജോർജ് ലംഘിച്ചതായിട്ടുള്ള രേഖകളില്ല എന്ന് സമർത്ഥിക്കാൻ PC ജോർജിന്റെ അഭിഭാഷകന് കഴിഞ്ഞു. ഒപ്പം തന്നെ മറ്റ് വിവരങ്ങൾ കൂടി, അതായത് ഈ ചെയ്ത പരാമർശത്തിന്റെ അത് വളരെ ഗൗരവമുള്ളതാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വാദം മുന്നേറിയപ്പോൾ അതെല്ലാം വിചാരണ സമയത്ത് തെളിവുകളുടെ എല്ലാം സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ നടത്തേണ്ടതാണ്. ഇപ്പോൾ പരിഗണിക്കേണ്ടത് ജാമ്യം നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യം മാത്രമാണ് എന്നുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന് PC ജോർജിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. PC ജോർജിന് ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ള വിവരം PC ജോർജിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇതിന്റെ ഭാഗമായി ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ബാക്കിയില്ല. ഒപ്പം തന്നെ ആരോഗ്യസ്ഥിതി മോശമാണ്. മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ PC ജോർജിന് അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ വാദം നടക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ തൊട്ട് പിന്നാലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാനാണ് PC ജോർജുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ വിശദമായ വാദം കേട്ടു. ഇത്തരത്തിൽ ആവർത്തിച്ച് ചോദിച്ചത് ഇനിയും PC ജോർജ് റിമാൻഡിൽ തുടരേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷനോട് മജിസ്ട്രേറ്റ് ആവർത്തിച്ച് ചോദിച്ചിരുന്നത്. ഏതായാലും വാദം പൂർത്തിയായി കഴിഞ്ഞിരുന്നു ഇന്നലെ. ഇന്ന് വിധി പറയും. 11 മണിയോട് കൂടി കേസ് പരിഗണിച്ച് വിധി പറയുമെന്നാണ് കരുതുന്നത്. ഇന്ന് 11 മണിയോട് കൂടിയാണ് PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. PC ജോർജിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഈരാറ്റുപേട്ട കോടതിയാണ് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്നും മിഥുൻ അയ്യപ്പൻ.